അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ കണ്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു പോകുന്ന സമയത്താണ് ആ ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളരെയധികം മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത്. കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇതാദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചില ആളുകൾ കമൻറ്റുമായി താഴെ വന്നേക്കാം. നിങ്ങളിത് ഇപ്പോഴാണ് കാണുന്നത്, ഞങ്ങൾ എപ്പോഴോ കണ്ടതാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പക്ഷേ പല കമൻറ്റുകളും വന്നേക്കാം. അത്തരം ആളുകളോട് പറയാനുള്ളത്, എല്ലാവരും എല്ലാ സമയത്തും എല്ലാം കാണണമെന്നില്ല, എല്ലാവർക്കും എല്ലാം അറിയണമെന്നുമില്ല. കാണുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കാണാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആർക്കും പ്രതികരിക്കാനോ സംസാരിക്കാനോ കഴിയില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ്. ആ വീഡിയോ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഞാൻ കാര്യത്തിലേക്ക് പോകാം. മനോഹരമായ ഒരു കാഴ്ച. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ലോക മുസ്ലിമീങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, തങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന 2 പള്ളികളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മസ്ജിദുൻ നബവിയും. ആ 2 ഹറമുകളും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുസൽമാനും ഈ ഭൂമി ലോകത്തുണ്ടാവില്ല. അത്തരത്തിൽ ആ മുസ്ലിങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള മതസ്ഥരും മനസ്സിൽ വർഗീയതയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലവരായ മനുഷ്യരും ഇത്തരത്തിൽ മക്കയും മദീനയും ഒക്കെ നല്ല രീതിയിൽ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അത്തരത്തിലാണ് പ്രദീപ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ വയനാട്ടിലെ നെൽപ്പാടത്ത് മനോഹരമായ കൊണ്ട് മക്കയും മദീനയും വരച്ചു വെച്ചത്. പറയാതിരിക്കാൻ കഴിയില്ല, അത്രമേൽ മനോഹരമായിരുന്നു പ്രദീപേട്ടൻ്റെ ആ ഒരു പ്രവർത്തനം. ഏതായാലും ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ജോബി ചുവന്ന മണ്ണ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ കാണുന്നതാണ് നമ്മളെ മക്ക മദീന. ഈ കാണുന്നതിലാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു അത്ഭുത കാഴ്ച. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞത്? പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 5 തരം വ്യത്യസ്ത നെല്ലിനങ്ങൾ കൊണ്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. 5 തരം വ്യത്യസ്ത നെല്ലുകള് പല കളറിൽ. പിന്നെ 105 തരം നെല്ലിനങ്ങൾ ഈ 2.5 ഏക്കറിൽ ഞങ്ങൾ നട്ടുവെച്ചിട്ടുണ്ട്. 105 തരം. ഓക്കെ, അപ്പൊ ഇത് എത്ര സ്ഥലത്താണ് ഈ മക്കി മദീന? ഏകദേശം 30 സെന്റ് സ്ഥലം. 30 സെന്റ് സ്ഥലത്താണ് ഈ മക്കി മദീന ഉള്ളത്. അപ്പൊ ഇതിലെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുത് താന്നിട്ടുണ്ട്, ചെറുത് പൊന്തി നിൽക്കുന്നുണ്ട്, ചിലത് കളർ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ 5 കളറാണോ ഈ മക്കി മദീനക്ക്? നോക്കാം. പ്രദീപേട്ടൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഒരു നെൽപ്പാടം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ നെൽപ്പാടത്തിലാണ് മക്കയും മദീനയും കാണാൻ കഴിയുന്നത് എന്ന്. 30 സെന്റ് വരുന്ന നെൽപ്പാടത്തിൽ 5 കളറിൽ, പ്രത്യേക കളറിൽ 105 തരം നെല്ലുകൾ കൊണ്ടാണ് ഈ മനോഹരമായി കൊണ്ട് മക്കയും മദീനയും അദ്ദേഹം വരച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്നും അദ്ദേഹം എത്രത്തോളം എഫേർട്ട് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോ 9ാമത്തെ ചിത്രം ഇവിടെ തന്നെ ഇതിൽ ഇന്ത്യനെ ഭൂപടം ചെയ്തു, ബുദ്ധനെ ചെയ്തു, പ്രണയമീൻ ചെയ്തു, വിവേകാനന്ദ ചെയ്തു, അതേമാതിരി ജീസസ് ക്രൈസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് ലോകം മൊത്തം പോയ 9ാമത്തെ. അതായത് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ മക്കയും മദീനയും ചെയ്തു. നോക്കൂ, മക്കയും മദീനയും മാത്രമല്ല, ഇതിനു മുമ്പും ഇന്ത്യയുടെ ഭൂപടം, സ്വാമി വിവേകാനന്ദൻ, അത്തരത്തിൽ രാജ്യത്തും പുറത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് വ്യക്തികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം ആ ഒരു വയലിൽ വരച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നും അദ്ദേഹം നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിൽ വർഗീയതയില്ലാത്ത, മതവിദ്വേഷമില്ലാത്ത, സ്നേഹമുള്ള നല്ല പച്ചയായ മനുഷ്യൻ. ഇനി അദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം. എത്ര നാളെടുത്തത് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇതിപ്പോ ഏകദേശം 80-85 ദിവസമായി. 85 ദിവസമായി. നോക്കിയത് പൂർത്തിയാക്കുവാൻ വേണ്ടി 85 ദിവസം എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് ദിവസങ്ങളെടുത്ത്, ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു കാഴ്ച അദ്ദേഹത്തിന് അവിടെ കാണിക്കാൻ കഴിഞ്ഞത്. ഇനി ആ വയനാട്ടിലെ ആ ഒരു നെൽപ്പാടത്തിൽ മനോഹരമായി കാണുന്ന, കണ്ണിന് കുളിർമയുള്ള ആ മക്കയുടെയും മദീനയുടെയും ആ ഒരു ചിത്രം ഞാനൊന്ന് കാണിക്കാം. അപ്പൊ നമ്മളിതാ അങ്ങനെ കാണാൻ പോവാണ് വയനാട്ടിലെ പാടിയാർട്ട് വിശുദ്ധ സ്ഥലമായ മക്കയും മദീനയും നമ്മൾ കാണാനായിട്ട്. ഇനി എങ്ങോട്ടും പോകണ്ട, വയനാട്ടിലേക്ക് വന്നാൽ മതി. ഇതാ ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ അങ്ങോട്ട് കാണാൻ പോണേട്ടാ. എന്താ അതിന്റെ ഒരു ഭംഗി നോക്കി. ആ ഉയരം കൂടുന്തോറും ആ ഒരു എന്താ പറയാ കാഴ്ച നമ്മളെയൊക്കെ അങ്ങോട്ട് കൊതിപ്പിക്കുകയാണ്. എന്ത് തന്നെ ആയാലും എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ആളുകൾ കാണേണ്ടതാണ്. ഏകദേശം എത്ര നെല്ലെടുത്തെന്ന് പറഞ്ഞ? 5 തരം നെല്ലിലാണ് ഈ ഒരു കളർ ചെയ്തിട്ടുള്ളത്. ഏകദേശം എത്ര സമയം എടുത്തു ഇത് ചെയ്യാനാ? 2 ദിവസം. 2 ദിവസം ഇത് ചെയ്യാനായിട്ട് എടുത്തു. ഓക്കെ, കണ്ടില്ലേ
എത്ര മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഒരു ചന്ദ്രക്കലയ്ക്കുള്ളിൽ മക്കയും മദീനയും മനോഹരമായി വരച്ചു വച്ചിരിക്കുന്നു. മാത്രമല്ല താഴെ മാഷാ അല്ലാ എന്നൊക്കെ എഴുതിയിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ നെൽപ്പാടത്ത് ചെന്നുകൊണ്ട് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഏതായാലും വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നോക്കി, ഇവിടെ നമ്മൾ മനോഹരമായ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ആ ഒരു സന്ദേശം കൂടി വ്യക്തമായി കാണാൻ കഴിയും. നോക്കിയത് വരയ്ക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങിയതും അതോടൊപ്പം ഇത് വരച്ചതും ആ വരയ്ക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തതും എല്ലാം ഹൈന്ദവ സഹോദരങ്ങളാണ്. പ്രസാർ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഇത് വരച്ചത്. വിജയൻ എന്ന് പറയുന്ന സഹോദരനാണ് ഇതിനു വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തത്. അത് അദ്ദേഹം തന്നെ പറയട്ടെ. A1 ആർട്സിലെ പ്രസാദേട്ടനാണ് ഇത് വരച്ചത്. ഫുൾ സപ്പോർട്ട് ചെയ്ത് വിജയേട്ടനാണ്. പിന്നെ അതിന് പുറമെ നമ്മളെ ജ്യേഷ്ഠം വന്നു. അതിന് പുറമെ 15ഓളം സ്ത്രീകളെ 2 ദിവസത്തെ തൊഴിലാണ്. അങ്ങനെയാണ് ഇത് കാക്കി. അതായത് ഒരുപാട് ആളുകളുടെ ഒരുപാട് നാളത്തെ പ്രയത്നമാണ് ഇങ്ങനെ നമ്മളെയൊക്കെ എന്താ പറയാ കണ്ണിഞ്ചിപ്പിക്കുന്ന ആ വിശുദ്ധ സ്ഥലം. ഒരുപാട് ആളുകൾ പോകണമെന്ന് ആഗ്രഹിച്ചും കാണാൻ പറ്റാതിരിക്കുന്ന അല്ലേ. അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ എഫേർട്ട് കൊണ്ട്, ഒരുപാട് പേരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ മനോഹരമായ ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിച്ചത്. നോക്കി, ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള കാലത്തോളം ഈ സ്നേഹവും സൗഹാർദ്ദവും എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. നോക്കൊരു ഭാഗത്ത് മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിലടുപ്പിച്ച് വർഗീയത ഉണ്ടാക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഇതുപോലെയുള്ള സഹോദരങ്ങൾ മനുഷ്യത്വത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ സന്ദേശങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സകല വർഗീയവാദികളുടെയും അജണ്ടകൾ തകർത്തെറിയുകയാണ്. ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. മാത്രമല്ല, ഇതുണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ദൈവാനുഗ്രഹം വരെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ ചിത്രം എന്ന് പറയുന്നത് നമുക്കൊരു ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ചിത്രം വിജയിക്കില്ല. ഇത് വേറെ കാര്യമുണ്ട്. ഞങ്ങളൊരു മനക്കണക്കോട് കൂടി നമ്മളെ പ്രസാദേട്ടൻ ഇത് നട്ടു, ഞങ്ങളെ ആൾക്കാരെല്ലാം നട്ടു, എല്ലാം ചെയ്തു. പക്ഷെ ഇത് നട്ടിട്ട് അത് കറക്റ്റ് ചിത്രമായി മാറണ്ടേ. അപ്പോൾ ഒരു ദൈവാനുഗ്രഹം അതിൽ 100% വന്നു എന്നുള്ളൊരു സത്യം. അത് ഇപ്പൊ ദൈവം കാലാവസ്ഥ അനുയോജ്യം ആവണം, പിന്നെ മൃഗശല്യം എല്ലാം ഒത്തുവരണ്ടേ. കണ്ടില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ അതുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായി മാറുകയും മൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾ മുന്നോട്ട് കൃത്യമായി പോയാൽ മാത്രമേ അത്തരത്തിലുള്ള ആ ഒരു ചിത്രം കൃത്യമായി തെളിഞ്ഞു വരികയുള്ളൂ, അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയ ദൈവാനുഗ്രഹമായി അദ്ദേഹം പറയുകയാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ചില വർഗീയവാദികൾ ആ ഒരു സ്നേഹത്തെയും മതസൗഹാർദ്ദത്തെയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എത്ര തന്നെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ ഇവിടെയുള്ള ജനങ്ങളെ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം അത്തരം വർഗീയവാദികളുടെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.